അസ്സലാമു അലൈക്കും. നമ്മുടെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല ലേഡായിട്ടുള്ള ക്രിസ്പിനെസ്സോട് കൂടിയ മുട്ട പഫ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിനേക്കാൾ ഒന്ന് ലൂസായ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് വെച്ച മാവിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. ഇതുപോലെ മാവ് നന്നായി വലിച്ച് നല്ല പോലെ കുഴച്ചെടുക്കുക. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിരിക്കണം. ഈ കുഴച്ച് വെച്ച മാവിനെ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നന്നായി പുരട്ടി കൊടുക്കുക. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ സൈഡും ബട്ടർ തേച്ചിട്ട് ഓരോ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. ഓരോ ലെയറിലും ബട്ടർ തേക്കാൻ മറക്കരുത്. ഇങ്ങനെ മടക്കിയ മാവിനെ നമ്മളൊന്ന് റാപ്പ് ചെയ്ത ശേഷം ഫ്രീസറിൽ ഒരു 25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എഗ് പഫ്സിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് സവാള ഇട്ട് 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇട്ട് ആവശ്യമായ ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് എന്നിവ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ആ മസാല ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്തിട്ട് നമുക്കൊന്ന് വലുതാക്കി പരത്തിയെടുക്കാം. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് ഓരോ ലെയറുകളാക്കി മടക്കി ഓരോ ലെയറിലും ഗീ തേക്കുക. ശേഷം റാപ്പ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റും കൂടെ നമുക്കൊന്ന് ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് പുറത്തെടുത്ത ശേഷം ഇതുപോലെ പരത്തി 6 പീസാക്കി കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഫില്ലിങ്ങും പുഴുങ്ങിയ മുട്ട പീസാക്കിയതും വെച്ച് കൊടുത്ത് 4 ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളവയും ചെയ്തിട്ട് എഗ് വാഷ് ചെയ്ത ശേഷം എയർ ഫ്രയറിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇതാ 25 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ്സോട് കൂടി നല്ല പഫ്സ് നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഒരുപാട് ഹെൽത്തി ഒന്നും അല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.